ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരലൽ ലൈൻസ് സമാന്തര വരകളെ പരിചയപ്പെട്ടു. ഇനി അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാം. നോക്കൂ, ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു വരയ്ക്ക് ലംബമായി രണ്ട് വരകൾ വരച്ചിരിക്കുന്നു. Two perpendicular lines drawn to the same line. These two lines are perpendicular. These are parallel. ഇത് പാരലൽ ആണോ സമാന്തരമാണോ? മുകളിലേക്കും താഴേക്കും നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ, അവ കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ഇവ എന്താണ്? പാരലലാണ്, സമാന്തരമാണ്. രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കൂ. Two slanting line drawn to the same line. രണ്ട് ചരിഞ്ഞ വരകൾ ഒരു വരയിലേക്ക് വരച്ചിരിക്കുന്നു. ഇവ മുകളിലേക്കും താഴേക്കും നീട്ടി നോക്കൂ. ഇവ മുകളിലേക്ക് നീട്ടുമ്പോൾ അവ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവ പാരലലാണോ? അല്ല, ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നത് കൊണ്ട് ഇത് പാരലലല്ല, സമാന്തരമല്ല. എന്നാൽ മൂന്നാമത്തെ ചിത്രം നോക്കൂ. Two slanting line with the same angle to the same line. ഒരു വരയിലൂടെ രണ്ട് ചരിഞ്ഞ വരകൾ, ഒരേ കോണളവിലുള്ള രണ്ട് ചരിഞ്ഞ വരകൾ വരയ്ക്കുമ്പോൾ അവ മുകളിലേക്കും താഴേക്കും നീട്ടിയപ്പോൾ അവ കൂട്ടിമുട്ടുന്നുണ്ടോ നോക്കൂ. ഇവ മുകളിലേക്കോ താഴേക്ക് നീട്ടുമ്പോൾ കൂട്ടിമുട്ടുന്നില്ല എന്ന് കാണാം. എന്ത് പ്രത്യേകതയാണ് ഈ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടത്? ഇവ ഒരേ കോണളവായതുകൊണ്ടാണ്, ഒരേ ആംഗിൾ ആയതുകൊണ്ടാണ് ഇവ കൂട്ടിമുട്ടാഞ്ഞത്. വരയ്ക്ക് കുറുകെ വരയ്ക്കുന്ന വരകൾ ഒരേ ചരിവിലാണെങ്കിൽ അവ സമാന്തരങ്ങളാണ്. Two slanting line with the same angle to the same line is parallel. ഒരു വരയ്ക്ക് കുറുകെ വരയ്ക്കുന്ന വരകൾ ഒരേ ആംഗിളിലാണെങ്കിൽ, ഒരേ കോണളവിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ചരിവിലാണെങ്കിൽ അവ സമാന്തരങ്ങളായിരിക്കും. എങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പ വഴിയിൽ ഒരു സമാന്തര വര നോക്കാം. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അതിൽ 60 ഡിഗ്രി ചരിവിൽ, 60 ഡിഗ്രി ചരിവിൽ ഒരു സ്ലാൻഡിംഗ് ലൈൻ, ചരിഞ്ഞ വര വരയ്ക്കുന്നു. അതിന് AB എന്ന് പേര് നൽകുന്നു. സ്ട്രെയിറ്റ് ലൈനിലെ മറ്റൊരു ബിന്ദുവായ P, മറ്റൊരു പോയിന്റായ Pയിൽ കൂടി ABക്ക് പാരലലായി, സമാന്തരമായി ഒരു വര വരയ്ക്കുക. നമ്മൾ നേരത്തെ പഠിച്ചത് പ്രകാരം സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചായിരുന്നു നമ്മൾ പാരലൽ ലൈൻ വരച്ചത്. എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഇതേ ആംഗിളിൽ വരച്ചാൽ, 60 ഡിഗ്രി എന്ന ആംഗിളിൽ Pയിൽ കൂടി വരച്ചാൽ അത് ഒരു പാരലൽ ലൈൻ ആയിരിക്കും. അപ്പോഴെങ്ങനെ വരയ്ക്കുക? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് P എന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിലൂടെ സ്ട്രെയിറ്റ് ലൈൻ, ഒരു രേഖ വരയ്ക്കുക, ഒരു വര വരയ്ക്കുക. ഈ വര ആദ്യത്തെ AB എന്ന വരയ്ക്ക് പാരലലായിരിക്കും, സമാന്തരമായിരിക്കും. ഈ ചിത്രത്തിൽ നിന്ന് മറ്റൊരു രൂപം നമുക്ക് പഠിക്കാം. നോക്കൂ, ഞാൻ വരച്ച വരയില്, മുകളിലേക്ക് വരച്ച വരയില് 3 സെന്റിമീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. നെക്സ്റ്റ് Pയിൽ കൂടി വരച്ച വരയിലും 3 സെന്റിമീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയ രൂപം ഒന്ന് ശ്രദ്ധിച്ചേ.
ഇപ്പോൾ കിട്ടിയ രൂപം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജമാണ് കിട്ടിയത്. എന്ത് പ്രത്യേകതകളാണ് ഈ ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിനുള്ളത്? ഓപ്പോസിറ്റ് സൈഡ് ശ്രദ്ധിച്ചേ. അവരുടെ ലെങ്ത്, നീളം ഈക്വൽ ആണ്, തുല്യമാണ്. അവ എങ്ങനെയുള്ളതാണ്? പാരലലുമാണ്, സമാന്തരവുമാണ്. ഈ ഓപ്പോസിറ്റ് സൈഡും അടുത്ത ഓപ്പോസിറ്റ് സൈഡ്, അടുത്ത എതിർവശങ്ങളും തുല്യവുമായിരിക്കും, സമാന്തരവുമായിരിക്കും. ഇത്തരം ചതുർഭുജത്തെ പറയുന്ന പേരാണ് പാരലലോഗ്രം, സാമാന്തരികം. This is a quadrilateral with opposite sides are parallel and also opposite sides are equal. അതായത് എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായ വരകളോട് കൂടിയ ചതുർഭുജത്തെയാണ് സാമാന്തരികം എന്ന് പറയുന്നത്. ഇവയുടെ ആംഗിൾസ് നമ്മൾക്കൊന്ന് നോക്കാം, അളന്ന് നോക്കാം. നോക്കൂ, രണ്ടാമത്തെ കോർണറായ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. തേർഡ് ആംഗിൾ, മൂന്നാമത്തെ ആംഗിൾ 60 ഡിഗ്രി. ഫോർത്ത് ആംഗിൾ, നാലാമത്തെ ആംഗിൾ 120 ഡിഗ്രി. നോക്കൂ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എതിർ കോണുകൾ തുല്യമായ ഒരു ചതുർഭുജമാണ് സാമാന്തരികം. എതിർവശങ്ങൾ തുല്യമാണ്, എതിർവശങ്ങൾ സമാന്തരങ്ങളാണ്, എതിർകോണുകൾ തുല്യവുമാണ്. Opposite sides are equal, opposite sides are parallel, opposite angles are equal. Then next parallels and angles, സമാന്തരതയും കോണുകളും. Two parallel lines cut with the third line. These two angles are equal. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. രണ്ട് ചരിച്ച വരകൾ മറ്റൊരു വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ചരിഞ്ഞ കോണുകൾ തുല്യമായിരിക്കും. ഈ വരകളെ തന്നെ ഞാൻ തിരശ്ചീനമായി ഹൊറിസോണ്ടലായി കാണിച്ചിരിക്കുകയാണ് എങ്കിൽ ഈ ആംഗിൾ 1 എന്ന് കാണിച്ചിരിക്കുന്ന ഈ ആംഗിൾ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ആംഗിൾ 5 എന്ന ആംഗിളിന് തുല്യമായിരിക്കും. സപ്പോസ് ഒന്നാമത്തെ ആംഗിൾ 60 ഡിഗ്രി ആയി ഞാൻ കൺസിഡർ ചെയ്താൽ 60 ഡിഗ്രി ആണെങ്കിൽ അഞ്ചാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. Two parallel lines cut with a third line. There are 8 angles. 8 കോണുകളാണ് നമുക്കിവിടെ കിട്ടിയത്. രണ്ട് സമാന്തര വരകളെ മൂന്നാമതൊരു വര മുറിച്ചു കടക്കുമ്പോൾ നമുക്ക് 8 കോണുകളാണ് കിട്ടിയത്. ഇനി ഈ കോണുകളുടെ പ്രത്യേകത നമുക്ക് പഠിക്കാം. ഈ 4 കോണുകളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. രണ്ടാമത്തെ കോൺ എത്രയായിരിക്കും? ഒന്നാമത്തെ കോൺ 60 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത്തെ കോൺ എത്രയായിരിക്കും? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. 120 ഡിഗ്രി. എന്തുകൊണ്ടാണ് അവിടെ 120 ഡിഗ്രി കിട്ടിയത്? അതിന്റെ റീസൺ എന്താ? കാരണം എന്താണ്? It is a linear pair. Sum of the two angles in a line is 180 degree. രണ്ട് കോണുകളുടെ തുക, അടുത്തടുത്തുള്ള രണ്ട് കോണുകളുടെ തുക, ഒരു ലൈനിലെ രണ്ട് കോണുകളുടെ തുക 180 ആകണം അല്ലേ? എങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 60
60 ഡിഗ്രി. എന്താ കാരണം? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് 1. ഒന്നാമത്തെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ 3. അല്ലെങ്കിൽ എങ്ങനെ ഒരു റീസണും കൂടെ ഉണ്ടായതാ? ലീനിയർ പെയർ ഓഫ് 2. 2ന്റെ ലീനിയർ പെയർ ആണ് 3 അല്ലേ? അത് 180 ആയിരിക്കും. എങ്കിൽ ആംഗിൾ 4 എത്രയാണ്? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് 2, ദാറ്റ് ഈസ് 120 ഡിഗ്രി. എങ്കിൽ നമ്മൾ ആദ്യത്തെ സെറ്റിലെ 4 ആംഗിൾ നമുക്ക് കിട്ടിയല്ലോ. എങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റിലെ 4 ആംഗിളും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ അല്ലേ? ഒന്ന് പറഞ്ഞേ അവർക്ക്. ആംഗിൾ 6 120 ഡിഗ്രി, ആംഗിൾ 7 60 ഡിഗ്രി, ആംഗിൾ 8 120 ഡിഗ്രി. ഫസ്റ്റ് ആംഗിൾ, ഒന്നാമത്തെ ആംഗിൾ ഈക്വലായിട്ട് വരുന്ന മറ്റേതൊക്കെ ആംഗിൾസ് ഉണ്ടെന്ന് നോക്കിയേ. ഈ പെയറിലെ, ഈ സമാന്തര ജോഡിയിലെ ആംഗിൾസിലെ ഒന്നാമത്തെ ആംഗിളിന് തുല്യമായി വരുന്ന ആംഗിൾ ഏതെല്ലാം ഉണ്ട്? ആംഗിൾ 3 ഉണ്ട്, മറ്റൊന്ന് ആംഗിൾ 5 ഉണ്ട്, മറ്റൊന്ന് ആംഗിൾ 7 ഉണ്ട്. ആംഗിൾ 1ന്റെ ഈക്വലായിട്ട് വരുന്ന, തുല്യമായി വരുന്ന 3 ജോഡികളാണ് ആംഗിൾ 3, ആംഗിൾ 5, ആംഗിൾ 7. ആംഗിൾ 3 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ റിലേഷൻ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 എന്ന റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എന്ത് റിലേഷൻ ആണെന്നുള്ള? ഓപ്പോസിറ്റ് ആംഗിൾസ്. അവ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എന്നാൽ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5, ഈ റിലേഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന റിലേഷൻ. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, 2 parallel lines cut with a third line. There are some angles are formed. Angle 1 and angle 5 are in the same place. രണ്ട് സമാന്തര രേഖകളെ ഒരു ഛേദകം, മൂന്നാമതൊരു വര മുറിച്ചു കടക്കുമ്പോൾ പല കോണുകൾ ഉണ്ടാകുന്നു. അതിൽ ആംഗിൾ 1, ഒന്നാമത്തെ കോണും 5ാമത്തെ കോണും ഒരേ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത്തരം 4 ജോഡി കോണുകൾ ഉണ്ടാകും. ഇവിടെ ഒരു ജോഡി ഉണ്ടാകും, താഴെ ഇവിടെ ഒരു ജോഡി ഉണ്ടാകും, ഇവിടെയും ഒരു ജോഡി ഉണ്ടാകും. ഇത്തരം 4 ജോഡി കോണുകളെ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ എന്ന് പറയുന്നു. എന്താണ് സമാന കോണുകൾ? 2 സമാന്തര രേഖകളെ മൂന്നാമതൊരു രേഖ മുറിച്ചു കടക്കുമ്പോൾ ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകൾ തുല്യമായിരിക്കും, ഒരുപോലെയുള്ളതായിരിക്കും. 2 parallel lines cut with a third line. There are some angles are formed. Some angles placed in the same place are equal. ഒരേ സ്ഥാനത്ത് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഇത്തരം കോണുകളെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. അവർക്ക് രണ്ടുപേർക്കും എന്ത് പ്രത്യേകതയാണുള്ളത്? ഈ 2 കോണുകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? ആംഗിൾ 1ന്റെ സ്ഥാനം ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നമ്മുടെ പാരലൽ ലൈനിനെ വെച്ച് നോക്കുമ്പോൾ ആംഗിൾ 1ന്റെ പ്ലേസ് എവിടെയാ? സ്ഥാനം എവിടെയാ? above the parallel line AB. Angle 1 is placed in above AB or parallel line. AB എന്ന പാരലൽ ലൈനിന് മുകളിലാണ് ഈ ഒന്നാമത്തെ ആംഗിൾ.
എങ്കിൽ നമ്മുടെ കട്ടിംഗ് ലൈനായ എക്സ് വൈയുടെ ഏത് ഭാഗത്താണ് വരിക? വലതു ഭാഗത്താണ്. അപ്പൊ റൈറ്റ് ഓഫ് എക്സ് വൈ, ഫസ്റ്റ് ആംഗിൾ ഈസ് പ്ലേസ്ഡ് ഇൻ എബവ് എ ബി, റൈറ്റ് ഓഫ് എക്സ് വൈ. കട്ടിംഗ് ലൈനായ എക്സ് വൈയുടെ റൈറ്റ് സൈഡിലാണ്, വലത് സൈഡിലാണ് ഒന്നാമത്തെ ആംഗിള്. ഒന്നാമത്തെ ആംഗിളായ 60 ഡിഗ്രി എവിടെയാ നിൽക്കുന്നത്? എ ബി എന്ന പാരലൽ ലൈനിന്റെ മുകളിൽ കട്ടിംഗ് ലൈനായ എക്സ് വൈയുടെ വലതു ഭാഗം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 5 എവിടെയാ? എബവ് പി ക്യൂ, പാരലൽ ലൈനായ പി ക്യൂവിന്റെ മുകളിൽ എബവ് പി ക്യൂ, കട്ടിംഗ് ലൈനായ എക്സ് വൈയുടെ റൈറ്റ് സൈഡിൽ, റൈറ്റ് ഓഫ് എക്സ് വൈ. സെക്കൻഡ് ആംഗിൾ, രണ്ടാമത്തെ ആംഗിള് ആരോട് തുല്യമായിരിക്കും? ആറാമത്തെ ആംഗിളിനോട് തുല്യമായിരിക്കും. രണ്ടാമത്തെ ആംഗിൾ ആറാമത്തെ ആംഗിളിനോട് തുല്യമായിരിക്കും. എങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞേ. രണ്ടിന്റെ സ്ഥാനം, ആംഗിൾ 2ന്റെ പ്ലേസ് എന്ന് പറഞ്ഞേ എബവ് എ ബി, കട്ടിംഗ് ലൈനിന്റെ ഏത് ഭാഗത്താണ് ആംഗിൾ 2? ഇടത് ഭാഗത്താണ് അല്ലേ? അപ്പം ലെഫ്റ്റ് ഓഫ് എക്സ് വൈ. എങ്കിൽ ആംഗിൾ 6 എബവ് പി ക്യൂ, കട്ടിംഗ് ലൈനായ എക്സ് വൈയുടെ ലെഫ്റ്റ് സൈഡിൽ, ഇടത് സൈഡില് ലെഫ്റ്റ് ഓഫ് എക്സ് വൈ. ഇങ്ങനെ മൂന്നാമത്തെ ആംഗിളും ഏഴാമത്തെ ആംഗിളും തമ്മിൽ റിലേഷൻ ഉണ്ട്. 3 and 7, then 4 and 8. Angle 1 is equal to angle 5, corresponding angle. Angle 2 is equal to angle 6, corresponding angle. Angle 3 is equal to angle 7. Angle 4 is equal to angle 8. ആംഗിൾ 3യുടെയും ആംഗിൾ 7ന്റെയും പ്രത്യേകത എല്ലാവരും ബുക്കിൽ എഴുതുമല്ലോ. ഒന്ന് പറഞ്ഞേ എന്ത് പ്രത്യേകതയാണെന്ന്. ആംഗിൾ 3 is placed in below AB, left of XY. Angle 7 is below PQ, left of XY. ആംഗിൾ മൂന്നാമത്തെ കോൺ എങ്ങനെയാണ്? ABക്ക് താഴെ XYക്ക് ഇടത്ത്. ആംഗിൾ 7 ഏഴാമത്തെ കോൺ എങ്ങനെയാണ്? PQവിന് താഴെ XYക്ക് ഇടത്ത്. എങ്കിൽ ആംഗിൾ 4, ആംഗിൾ നാലാമത്തെ കോൺ എങ്ങനെയാണ്? ABക്ക് താഴെ XYക്ക് വലത്ത്. ആംഗിൾ 8 എട്ടാമത്തെ കോണ് PQവിന് താഴെ XY എന്ന കട്ടിംഗ് ലൈനിന് വലത്ത്. അപ്പൊ ഇവര് 4 സെറ്റും ഒരേ സ്ഥാനത്ത് കിടക്കുന്നത് കൊണ്ടാണ്, ഒരേ സ്ഥാനത്ത് വന്നത് കൊണ്ടാണ് അവർക്ക് സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. അവ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. 4 ജോഡി ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വർക്ക് എന്തൊക്കെയാണെന്ന് ടീച്ചർ പറയാം. ടെക്സ്റ്റ് ബുക്കിലെ 21, 22 പേജുകളിലെ ഒരു കോൺ തന്നിട്ടുണ്ട്. നമുക്ക് സമാന്തര രേഖയിലെ മറ്റ് കോണുകൾ കണ്ടെത്തുക. കൂടാതെ 23-ാം പേജിലെ സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന സൈഡ് വ്യൂവിലെ ചിത്രങ്ങളെല്ലാം അതുപോലെ തന്നെ നോട്ട്ബുക്കിൽ വരച്ച് ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെക്കണം നോട്ട്ബുക്കിൽ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.